സാധനം നോക്ക് ഗൈസ്, എന്ത് രസാ, കഴിക്കാനും നല്ല രസാ ഗൈസ്. ഇന്നെല്ലാരും പൂക്കളം ഇട്ട് ഓണാഘോഷിക്കും അല്ലേ? നമ്മക്കിവിടെ എന്താ ഓണല്ലേ മെനുവോ? ഞങ്ങള് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം ചോറും കൊത്തി. നമ്മക്കിവിടെ ഒരു ഓണവും ഇല്ല. പൂ പറിക്കാൻ പോയ പൂവ് നല്ല വലിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് കണ്ടോന്റെ തൊടിയിലൊക്കെ പോയി പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ പോലീസ് ഉണ്ടായാലോ. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വെറൈറ്റി പൂക്കളം പിടിക്കുകയാണ്. എന്തിനാന്നറിയോ? അറിയോ? ഊഹിക്കാൻ പറ്റിയോ? കാണിച്ചു തരാം. ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് ഗൈസ്. മനി കഴിച്ചാൻ ചെയ്യും. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്നൊരു പൂക്കളം ഉണ്ടാക്കാൻ പോവാണ്. ഇതില് ചോക്ലേറ്റ് പൂക്കളം. പൂക്കളം ഇടാൻ ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു. തിന്നല്ല, ഞാൻ ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഇതിലിപ്പോ നമുക്ക് 3 തരം കളേഴ്സ് ആണുള്ളത്. ഒന്ന് വൈറ്റ് ഉണ്ട്, ഡാർക്ക് കളർ ഉണ്ട്, പിന്നെ പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഈ 3 കളർ വെച്ചിട്ട് നമ്മളപ്പം ഇന്ന് പൂക്കളം ഉണ്ടാക്കാൻ പോവാണ്. അല്ല മനു? അതെ. നമുക്ക് അത്യാവശ്യം സാധനം ഉണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിരുന്നേ. ഇത് പക്ഷെ തണുക്കുമോ എന്നുള്ളതാണ് ഡൗട്ട്. ഇത്രയും ഉണ്ട് കേട്ടാ. അപ്പൊ ഇനി ഇത് ആദ്യം നമ്മളിത് എല്ലാതും തിരിഞ്ഞ് ഡാർക്ക് ഒരു കളർ ആക്കണം, വൈറ്റ് അങ്ങനെ എല്ലാതും ഓരോ കളേഴ്സ് ആക്കണം. ഇവൻ ആ പണി ഏറ്റെടുത്താൽ ബാക്കി പൂക്കളം ഉണ്ടാവുമ്പോ നമുക്ക് അറിയാൻ പാടില്ല. ഉണ്ടാവണം, സാധനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഓക്കെ. നമുക്ക് പൂക്കളം ഇടാം. നമുക്കത് കാണാം. ഓക്കെ അല്ലേ? സാധനം നോക്ക് ഗൈസ്, എന്ത് രസാ, കഴിക്കാനും നല്ല രസാ. കാണണ്ട, രണ്ടാമത് വായിലിടാം. ചേച്ചി കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്നുണ്ട്. തിരിയാനായിട്ട് മൊറൊന്നുമില്ലല്ലോ നമുക്ക്. ഞാൻ കൈ കൊണ്ട് വർക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് എന്നിട്ട് എന്തുണ്ടാവാൻ ടൈം എടുക്കും. ഇതിലിട്ട് തിരിഞ്ഞോ? അത് വലിയ പാത്ര. അതെ, നമുക്കിത് ആക്കി അപ്പ തന്നെ നമുക്ക് എടുത്ത് വെച്ചു. വെള്ളം ഉള്ളിൽ വെള്ളമുള്ളത് കൊണ്ടല്ലോ, പുറത്താ വെള്ളം. ഇത് തിരേശി എടുത്തെടുത്ത് എന്നിട്ട് അപ്പത്തപ്പ ഫ്രിഡ്ജിൽ വെക്കാം. ചിലപ്പോ എങ്ങാനല്ല ഇത് ഫ്രിഡ്ജിൽ നോക്കൂ. കുറച്ച് എടുക്കാം, ചിലപ്പോ അലിഞ്ഞാലോ. കറക്റ്റ് ആയിട്ട് തിരിയണം. വെള്ളം തന്നെ പോണം, കറുപ്പേ തന്നെ പോണം. ഒക്കെ കൂടെ വായ പോവരുത്. തുടങ്ങിയാലോ ഗൈസ്? ഇതെന്ത് തീരാ? ടൈമെടുക്കും. ഇത് പറക്കി സെപ്പറേറ്റ് ആക്കണ്ടേ? പിന്നെ ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ മുറത്തിലൊക്കെ ഇട്ട് ചേത്തി ഇതാക്കണ പോലെ ആക്കൂല. അല്ലാണ്ട് ഇത് ഇപ്പൊ തീരും. ഇത് പല കളർ സെപ്പറേറ്റിംഗ് അല്ലേ, അല്ലാതെ ഈ മുറത്തിന്ന് പൊടിയും ഇങ്ങനെ കഷ്ണം മാറ്റണ ഒരു പരിപാടി അല്ലല്ലോ. ഞങ്ങള് പോരട്ടാ, നീ വേണമെങ്കിൽ അടിച്ച് തുടച്ചോ, ഞാനാക്കാം. ഇതായിണ്ട്, നമുക്ക് നോക്കാം എന്താവുന്ന്. ഇപ്പൊ സമയം എന്തായി അറിയാമല്ലോ? പെടുത്തണ്ട, അറിയില്ല. തമ്പുരാന് എന്തായാലും 2 മണിക്കൂർ പിടിക്കായിരിക്കും. നോക്കാം, നമുക്ക് ചെയ്യും. മനു ഒപ്പിച്ചാലാന്ന് പറഞ്ഞേക്കണേ. 2 കൈ ഉപയോഗിക്കട്ടെ. മനു ഇനി പ്രൊഡക്റ്റീവ് ആവ്, നടക്കട്ടെ. സ്പീഡ് ഭയങ്കര ക്ഷീണം. അയ്യടാ, അടിച്ച് വൃത്തിയാക്കാം. നമുക്ക് ഇവിടെ വൃത്തിയാക്കാം. ഞാനിവിടെ തുടച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മള് പാട്ടും വെച്ചിട്ടുണ്ട്. നോക്കുക കൂട്ടത്തിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ചേച്ചി. ആവേശത്തിന് കയറിയെങ്കിലും നല്ല സുഖമില്ലാത്ത പരിപാടിയാണ്. തീരെ സുഖമില്ലാട്ടാ, ഒരുമാതിരി വെറുപ്പിക്കുന്ന പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ല. ബ്ലാക്ക്, ചില വൈറ്റും ചെറിയ ബ്രൗൺ ഷെയ്ഡും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്ട്രഗിൾ ഉണ്ട് ഇത്തിരി. എന്നാലും നമ്മൾ ചെയ്യും. അതെ. ഇതില് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് മെൽറ്റ് ആവുന്നുണ്ട് ചെറുതായിട്ട്. അതായത് നമ്മ ചെയ്ത് ചൂട് വരുമ്പോ, ഇവിടെ തണവുണ്ട് കുറച്ച്, എന്നാലും ചൂട് വരുമ്പോ നമുക്കിത് സെറ്റാക്കി അപ്പൊ ഫ്രിഡ്ജിലേക്ക് കയറ്റി തുടങ്ങണം. എന്നിട്ട് ഇടണ നേരത്ത് മാത്രം എടുക്കണം. അങ്ങനെ ചെയ്യണം. ഇത്തിരി കയറ്റണം. പാത്രം കുറച്ച് വേണ്ടി വരും. ഇത് നല്ല പണിയുണ്ടിട്ടാ.
നമ്മൾ വിചാരിച്ചു കൂട്ടല്ല നമുക്ക് ഇത്ര കിട്ടി ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഇതെന്തായാലും നല്ലൊരു ടൈമിലേക്ക് പോവും. നമുക്ക് ഡാർക്ക് മാത്രം മാറ്റിയാലോ എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം ഇതിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന സാധനം വരുമ്പോൾ, ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് വരുന്ന സാധനം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാം. ഡബിൾ ഷെയ്ഡ് വരുന്ന ഇതിൽ കിട്ടപ്പോൾ ഇതിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പോയി. ഒരു ബ്രൗൺ ടച്ച് ശരിക്കും ഫീൽ ചെയ്യണില്ല. അപ്പം നമ്മൾ വിചാരിക്കണ വൈറ്റ് മാത്രം മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്. അതായത് ഇതൊക്കെ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അത് അത്യാവശ്യമുണ്ട്. അപ്പം അതും ഈ വൈറ്റ് മാത്രമായിട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് മൊത്തം ഒരു ബ്രൗൺ എന്നുള്ളൊരു കാറ്റഗറിക്ക് മാറ്റി 3 കളറാക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ വെള്ളം ഒപ്പിക്കാനാണ് കുറച്ച് പാട്. നമ്മുടെ വെയിൻ മെഷീനത്തിന്റെ മുകളിലാണ് അപ്പം നമ്മൾ പൂക്കളിടാൻ പോണേ. മനു അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ടുണ്ട്. കളൊക്കെ ഇടണല്ലേ അല്ലേ മനിയോ? അപ്പൊ നമുക്കിനി കള ഇടാം. അപ്പൊ നമ്മൾ ഇവിടെയാണ് വെക്കണേ കേട്ടാ. പൂക്കളത്തിന്റെ ബേസ് വെക്കാം നമുക്ക്. ഇവിടെ വെക്കല്ലേ മനിയോ? അങ്ങനെ നമ്മുടെ പൂക്കളത്തേക്കുള്ള സാമഗ്രികൾ എത്തിയിട്ടുണ്ട്. ഇതേ നമ്മൾ ഇനിയിപ്പോ പൂക്കളം ഇടാൻ പോവാണ്. അപ്പൊ പൂക്കളം തുടങ്ങട്ടെ. ഞാൻ ഫസ്റ്റ് കുറച്ചിടാം, ബാക്കി നീ ഇടണം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആദ്യം. ചോക്ലേറ്റ് കൊണ്ട് നമ്മളൊരു വട്ടം. മനു ബാക്കി തുടങ്ങി, എനിക്കറിയില്ല. അപ്പതേ നമ്മുടെ പൂക്കളം റെഡി ഗൈസ്. ഇതാണ് ചോക്ലേറ്റ് പൂക്കളം. ചോക്ലേറ്റ് പൂക്കളം. എത്ര നേരം മാക്സിമം നമ്മള്? നമ്മ ഒരു അരമണിക്കൂറൊക്കെ പൂക്കളം. അരമണിക്കൂറായി ഉണ്ടാവില്ലേ? ഞങ്ങൾ വേറെ വരയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല. അതെ, കാരണം ഇതിന്റെ മേലെ ഡയറക്റ്റ് കൊണ്ട് കുഞ്ഞു പൂക്കളല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമ്മൾ ചേച്ചി കുറച്ചുണ്ടാവുള്ളൂ. ഈ വെള്ളപ്പൂവൊക്കെ കുറച്ചുള്ളതായിരുന്നു. വെള്ളപ്പൂ അല്ല, മീൻസ് വെള്ള ചോക്ലേറ്റ് കുറച്ചുള്ളതായിരുന്നു കൊണ്ട് നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് അധികം ഇതാക്കായിരുന്നു, വലുതാക്കായിരുന്നു. പക്ഷെ വെള്ള ഇപ്പോഴും ബാക്കിയുണ്ട് സ്റ്റിൽ. അടിപൊളി. അപ്പൊ ഇത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ പൂക്കളം ഇടുന്നതാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ചോക്ലേറ്റ് വെച്ച്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഇതിനും നല്ല അടിപൊളി സംഭവങ്ങളായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ബൈ ബൈ.